ശാന്തി. നമ്മൾ ആത്മാവിൻ്റെ 8 ശക്തികൾ അഥവാ ദേവിമാരുടെ 8 കൈകളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ഓരോ കൈകളും ആത്മാവിൻ്റെ ഓരോ ശക്തികളുടെയും പ്രതീകങ്ങളാണ്. The 8 powers of the soul is symbolized by the 8 arms of the deities. ആത്മാവിൻ്റെ ആദ്യത്തെ ശക്തിയായ ഉൾവലിയാനുള്ള ശക്തിയെക്കുറിച്ച്, അന്തർമുഖതയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ സ്വയത്തിൽ എത്രത്തോളം അറ്റൻഷൻ വയ്ക്കുന്നുവോ നമ്മൾ അത്രത്തോളം സാഹചര്യങ്ങളുടെയും ആളുകളുടെയും സ്വാധീനത്തിൽ വരാതെയിരിക്കും. നമ്മൾ അവനവന് പ്രാധാന്യം നൽകാതെയിരുന്നപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നി. സംഭവം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നി. ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ പരിപൂർണമായും ആളുകളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. പവർ ടു വിഡ്രോ അഥവാ പവർ ടു ഡിറ്റാച്ച് എന്നാൽ ജീവിതത്തെ ഒരു സാക്ഷിയായി, ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കാണുക എന്നാണ് അർത്ഥം. പരിതസ്ഥിതികൾക്ക് അതിൻ്റേതായ ഒരു എനർജിയുണ്ട്. ആളുകളുടെ പെരുമാറ്റങ്ങൾ അവരുടെ കർമ്മങ്ങളാണ്. എന്നാൽ എൻ്റെ ചിന്തകളും എൻ്റെ പെരുമാറ്റങ്ങളും എൻ്റെ മാത്രം ചോയ്സിലുള്ളവയാണ്, അൺടച്ച്ഡ്. ആളുകളും പരിതസ്ഥിതികളും ഒരിക്കലും എന്നെ സ്വാധീനിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ആത്മാവ് തൻ്റെ സ്വാഭാവിക ഗുണങ്ങളായ സുഖം, ശാന്തി, പവിത്രത എന്നിവയെ എല്ലാ ചുറ്റുപാടുകളിലും ഉപയോഗിക്കുന്നു. ആത്മാവ് തൻ്റെ ആദ്യത്തെ ശക്തിയായ ഉൾവലിയാനുള്ള ശക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ ശക്തി ഓട്ടോമാറ്റിക്കായി ആത്മാവിൽ നിറയുന്നു. ദാറ്റ് ഈസ് ദ പവർ ടു ലെറ്റ് ഗോ അഥവാ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള ശക്തി, വിട്ടുകളയാനുള്ള ശക്തി. വിട്ടുകളയുക എന്നാൽ നമ്മൾ മനസ്സിൽ ധാരാളം കാര്യങ്ങളെ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവ ചിലപ്പോൾ വളരെ പഴയ കാര്യങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വരില്ല. എങ്കിലും വളരെ സൂക്ഷ്മമായി ആത്മാവ് ആ കാര്യങ്ങൾ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര കാര്യങ്ങൾ മറക്കാതെ മനസ്സിൽ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അവയെല്ലാം ആത്മാവിനെ വളരെയധികം ഭാരിച്ചതാക്കി മാറ്റുന്നു. വളരെ ലൈറ്റായി, എപ്പോഴും വളരെ സന്തോഷമായി, വളരെ ശക്തിശാലികളായി ഇരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ നിന്നും ഒഴിവാക്കണം അഥവാ ഇല്ലാതാക്കണം. ആത്മാവ് ശരീരം വിടുന്ന ഒരു സമയം വന്നെത്തും. ആ സമയം എപ്പോൾ വരുമെന്ന് നമുക്കാർക്കും അറിയുക പോലുമില്ല. അത് ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാലാവാം, ചിലപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞാലാകാം, അല്ലെങ്കിൽ അത് 10 വർഷങ്ങൾക്ക് ശേഷവുമാകാം. പക്ഷേ അത് എന്താണെന്ന് അല്ലെങ്കിൽ എന്നാണെന്ന് നമുക്ക് ഒട്ടും തന്നെ അറിയില്ല. നമ്മൾ മനസ്സിൽ മുറുകെ പിടിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇപ്പോൾ വിട്ടുകളഞ്ഞില്ലെങ്കിൽ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ ആ കാര്യങ്ങളുടെ ഭാരവും കൂടി ഒപ്പം കൊണ്ടുപോകും. ഉദാഹരണത്തിന്, അടുത്ത 4 മണിക്കൂറിന് ശേഷം നമ്മുടെ മരണം സംഭവിക്കും എന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വെറും 4 മണിക്കൂർ മാത്രമേ ഇനി ജീവിക്കാൻ ബാക്കിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആ 4 മണിക്കൂർ സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുക? ശരീരം ഉപേക്ഷിച്ച് പോകുന്നതിന് മുൻപായി ആത്മാവായ ഞാൻ വളരെ ലൈറ്റായി മാറണം. അങ്ങനെ ലൈറ്റായി മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ 4 മണിക്കൂറിനുള്ളിൽ ചെയ്യുക. നമ്മുടെ എല്ലാ കർമ്മ കണക്കുകളും തീർപ്പാക്കാൻ ശ്രമിക്കും. നമ്മൾ എല്ലാവരോടും ക്ഷമിക്കും. ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ചെയ്യും. മുൻപത്തെ പല കാര്യങ്ങളെയും വിട്ടുകളയും. ഇനി ഇതൊക്കെ പിടിച്ചു വെച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യം, ഞാൻ പോകാറായില്ലേ എന്നാണ് നമ്മളപ്പോൾ പറയുക, അല്ലേ? മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ വിട്ടുകളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ വിട്ടുകളഞ്ഞില്ലെങ്കിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമതായി, എപ്പോൾ പോകേണ്ടി വരും എന്ന് അറിയില്ല. രണ്ടാമതായി, നമ്മൾ വിചാരിക്കുന്ന സമയത്തിൽ അതൊന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. കാരണം അത് ജീവിതത്തിൽ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പവർ ടു ലെറ്റ് ഗോ എന്നാൽ
കാര്യങ്ങളെയും സംഭവങ്ങളെയും വളരെ വിസ്താരമായി ചിന്നിച്ചിതറി വെക്കുന്നതിൽ നിന്നും സാരത്തിലേക്ക് കൊണ്ടുവന്ന് അടുക്കും ചിട്ടയുമാക്കി വെക്കുക എന്നും അർത്ഥമുണ്ട്. അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവരന്ന് അങ്ങനെ ചെയ്തു. അവരെന്നോട് വളരെ മോശമായി പെരുമാറി. ആരും ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. അങ്ങനെ ധാരാളം കഴിഞ്ഞ കാര്യങ്ങളെയും ഒരുപാട് പ്രതീക്ഷകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മുറുകെ പിടിച്ച് കൂട്ടിവെച്ച് ഇരിക്കുന്നുവോ അത്രത്തോളം ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുൻപൊക്കെ നമ്മൾ ആളുകളുടെ വലിയ വലിയ തെറ്റുകളെ പോലും ക്ഷമിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ ചെറിയ കാര്യത്തിനു പോലും എനിക്ക് ഈ കാര്യം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആകെ വിഷമമാകും. പിന്നെ നമ്മൾ എന്താണ് പറയാറുള്ളത്? അടുത്ത ദിവസം അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ ഞാനും അത് ലൈക്ക് ചെയ്യില്ല, അല്ലേ? നമ്മളിങ്ങനെയൊക്കെ പറയാറില്ലേ? ഇങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ മുറുകെ പിടിച്ച് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് ആത്മാവിൻ്റെ ശക്തികളെ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദിസ് ഡിപ്ലീറ്റ്സ് സോൾ പവർ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായി അവനവനിൽ ഉണർത്തേണ്ട ശക്തിയാണ് വിട്ടുകളയാനുള്ള ശക്തി, അഥവാ പവർ ടു ലെറ്റ് ഗോ. നമുക്ക് നമ്മുടെ കർമ്മ കണക്കുകളെ സെറ്റിൽ ചെയ്യണം. നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നും സാരത്തിലേക്ക് എത്തണം. കാര്യങ്ങളെ വളരെ വിസ്തരിച്ച് കാണുന്ന സ്വഭാവം മാറ്റണം. സംഭവങ്ങളും വിഷയങ്ങളും വളരെ ചുരുക്കി ചെറുതാക്കി കാണുകയും പറയുകയും ചെയ്യുന്ന ശീലം കൊണ്ടുവരണം. ഏറ്റവും ആദ്യം നമ്മൾ വിട്ടുകളയേണ്ടത് നമ്മുടെ ഭൂതകാലത്തെ അഥവാ കഴിഞ്ഞ കാലത്തെയാണ്. കഴിഞ്ഞ കാലത്തെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ചെറുപ്പക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ ഒരു തവണ കൂടി ഓർത്തെടുക്കുക. മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ അവരെന്തിന് ചെയ്തുവെന്ന് അവരുടെ ദൃഷ്ടികോണിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അന്ന് എൻ്റെ കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കു പറഞ്ഞു. ഞാൻ ഈ കാര്യം ഒരിക്കലും മറക്കില്ല. 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത് പറയുന്നത്. 5 വയസ്സുള്ള കുട്ടി ആ കാര്യത്തെ മനസ്സിൽ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഇപ്പോഴത് വിട്ടുകളഞ്ഞില്ലെങ്കിൽ അടുത്ത 100 വർഷങ്ങൾ അവൻ ഇത് തന്നെ മനസ്സിൽ മുറുകെ പിടിച്ചു വെച്ചുകൊണ്ട് ജീവിക്കും. മാത്രമല്ല ആ ആത്മാവ് അത് തൻ്റെ അടുത്ത ജന്മത്തിലേക്ക് കൂടി കൊണ്ടുപോവുകയും ചെയ്യും. മറ്റൊരു ആത്മാവ് തന്നെ തള്ളി പറഞ്ഞതിൻ്റെ വേദനയും കൊണ്ട് ആ ആത്മാവ് ജീവിക്കും. കൂടാതെ ആ ആത്മാവിന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്ന തോന്നലും ഉണ്ടാകും. അതിനാൽ നമ്മൾ ഇപ്പോൾ തന്നെ അവനവനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഭൂതകാലത്തെ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ വിട്ടുകളയേണ്ടവയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. എന്താണോ സംഭവിച്ചത് അത് എൻ്റെ കർമ്മ കണക്കാണ്. അവർ അന്ന് എന്നോട് ചെയ്തത് എനിക്ക് അവരുമായുള്ള ചില കർമ്മ കണക്കുകളുടെ ഫലമാണ്. അന്ന് അവരുടെ മൂഡ് അങ്ങനെയായിരുന്നു. അന്ന് അവരുടെ സംസ്കാരം അങ്ങനെയായിരുന്നു. ഇതെല്ലാം സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ട് അവനവനെ കൗൺസിലിംഗ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളത്, അതുപോലെ സ്വന്തം മനസ്സിനെ ഉപദേശിക്കുക. നമ്മൾ മറ്റുള്ളവരെ എത്ര സ്നേഹത്തോടെ ഇരുന്നാണ് പറഞ്ഞു മനസ്സിലാക്കി ഉപദേശിക്കാറുള്ളത്? സാരമില്ല, പോട്ടെ, വിട്ടുകളയൂ, മറന്നുകളയൂ, പഴയ കാര്യമല്ലേ, ഇതൊക്കെ നിർത്തൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാറുള്ളത്. അതുപോലെ അവനവനെയും ഉപദേശിക്കണം. ഇക്കാര്യത്തിൽ മെഡിറ്റേഷൻ നമ്മളെ വളരെയധികം സഹായിക്കും. എന്തെന്നാൽ ആത്മാവ് പരമാത്മാവിൽ നിന്നും എത്രത്തോളം ശക്തികൾ സ്വയത്തിൽ നിറയ്ക്കുന്നുവോ അത്രത്തോളം മുൻപ് വളരെ വലുതായി തോന്നിയ കാര്യങ്ങൾ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കുന്നു. ഒരിക്കലും മറക്കില്ല എന്ന് തോന്നിയിരുന്ന ചില കാര്യങ്ങളെ
പരിപൂർണമായി സമാപ്തമാക്കുന്നത് വളരെ ഈസിയായി തോന്നുന്നു. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ നിന്നും വിട്ടുകളയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ ആശ്രയിക്കാതെയാകും. നമ്മുടെ ഉള്ളിൽ വളരെയധികം ശക്തികൾ വന്നു നിറയും. ആരെങ്കിലും നമ്മളോട് വളരെ വളരെ തെറ്റായ ഒരു കാര്യം ചെയ്താൽ പോലും താങ്കളുടെ ഉള്ളിലെ ശക്തികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കാര്യത്തെ കഴിഞ്ഞു പോയതാണ് എന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. മാത്രമല്ല, താങ്കൾക്കൊപ്പമുള്ളവർ പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് അതിനായി വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ആവശ്യം വരികയില്ല. എന്തെന്നാൽ താങ്കൾ കഴിഞ്ഞ കാര്യങ്ങളെ സമാപ്തമാക്കി കഴിഞ്ഞു. കാരണം നമ്മൾ ഇതിനകം അത്രയ്ക്ക് ശക്തിശാലികളായ ആത്മാക്കളായി മാറിക്കഴിഞ്ഞു. വി ആർ പവർഫുൾ സോൾസ്. മുൻകാലത്ത് നടന്ന കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ വേണം. ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. അവയെ ഓർത്ത് നമ്മൾ മനസ്സിൽ കുറ്റബോധം സൃഷ്ടിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ സംഭവിച്ചുവല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തുവല്ലോ, ഇങ്ങനെ ഒരു തോൽവി എൻ്റെ ജീവിതത്തിൽ എങ്ങനെ വന്നു, ഞാൻ കാരണം അവർക്ക് ഇത്രയധികം വിഷമങ്ങൾ ഉണ്ടായിയല്ലോ. ഇത്തരത്തിലുള്ള കുറ്റബോധം നിറഞ്ഞ ചിന്തകളും ആത്മാവിൻ്റെ ശക്തികളെ ഇല്ലാതാക്കുന്നു. നമ്മുടെ ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷേ തെറ്റുകൾ സംഭവിച്ചുപോയി. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല. റിലീസ്, ലെറ്റ് ഗോ. കുറ്റബോധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കരുത്. മൂന്നാമത്തെ കാര്യമാണ് പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ വളരെയധികം പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ചും കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ നമ്മളോട് എങ്ങനെ പെരുമാറണം, ഇതിനെക്കുറിച്ചുള്ള ശരിയായ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഭർത്താവ് അങ്ങനെയായിരിക്കണം, കുട്ടികൾ ഇങ്ങനെയായിരിക്കണം, ടീച്ചർ എങ്ങനെയായിരിക്കണം, സഹപ്രവർത്തകർ ഇങ്ങനെയായിരിക്കണം, സീനിയർ ഇങ്ങനെയായിരിക്കണം. ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ്. ദീസ് ആർ മെൻ്റൽ ഇമേജസ് ദാറ്റ് വി ക്രിയേറ്റ് ഇൻ അവർ മൈൻഡ്. അവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുകയില്ല. എന്തെന്നാൽ അത് ഭാവനയിലുള്ള വ്യക്തിയുമായി ഒട്ടും തന്നെ മാച്ച് ചെയ്യുന്നില്ല. അവർ എത്ര തന്നെ നല്ല വ്യക്തിയാണെങ്കിലും നമ്മുടെ ഉള്ളിലെ ചിത്രവുമായി മാച്ച് ചെയ്യുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരാളല്ല, നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു ആളല്ല എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. ഇതും നമ്മുടെ ബന്ധങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. അതിനാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ വിട്ടുകളയുക, കുറ്റബോധത്തെ വിട്ടുകളയുക, പ്രതീക്ഷകളെയും വിട്ടുകളയുക. ഇതുമാത്രമല്ല, പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചില മുൻവിധികൾ ഉണ്ടാകും. ഇതെനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ഐഡിയയാണ്. നമ്മൾ അവനവനെക്കുറിച്ച് ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആളുകൾ എന്നോട് അതനുസരിച്ച് പെരുമാറണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിതാണ്, എന്നോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഈ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ ആളുകൾ എത്ര നല്ലവരാണെങ്കിലും അവരുടെ പെരുമാറ്റം നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുപോയില്ലെങ്കിൽ then I will not be happy. സ്വയത്തെക്കുറിച്ച് മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ ഇമേജിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണിത്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഇതിനെയും നമ്മൾ വിട്ടുകളയണം. എൻ്റെ അഭിപ്രായം ശരിയാണ്, എൻ്റെ ഉപദേശം ശരിയാണ്, എൻ്റെ ഐഡിയയാണ് ഏറ്റവും നല്ലത്. ശരിയായിരിക്കാം, നല്ലതായിരിക്കാം. പക്ഷേ അതിനോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ് കാരണം എനിക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ശക്തി പോലും ഉണ്ടാവില്ല. എന്തെന്നാൽ ഞാൻ മനസ്സിൽ ഈ ഒരു ചിന്ത സൃഷ്ടിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. അപ്പോൾ പിന്നെ മറ്റാര് പറയുന്നതും പൂർണ്ണമായും തെറ്റാണ്. ഞാൻ മാത്രമാണ് എപ്പോഴും ശരി എന്നുള്ള ഒരു വിശ്വാസത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. ഇതിനെയും നമ്മൾ വിട്ടുകളയേണ്ടതുണ്ട്.
എൻ്റെ ഐഡിയകൾ മാത്രമാണ് ശരി എന്നുള്ള ആ വിശ്വാസത്തിനെയും വിട്ടുകളയണം. ഇക്കാര്യങ്ങളെയെല്ലാം നമ്മൾ എത്രയധികം വിട്ടുകളയുന്നുവോ നമ്മൾ അത്രത്തോളം ലൈറ്റായി മാറും, ഭാരരഹിതരായി അനുഭവപ്പെടും. അതോടെ നമ്മൾ എല്ലാവരുമായി അഡ്ജസ്റ്റ് ചെയ്യും, എല്ലാവരുമായും സഹകരിക്കും, എല്ലാവരുമായും ഒത്തുപോകും. അങ്ങനെ നമ്മുടെ ശക്തികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ദുർഗാമാതാവിനെ ആരാധിക്കുന്നത്. ദുർഗാദേവിയെ കൈകളിൽ ധാരാളം ആയുധങ്ങളോടുകൂടിയും സിംഹത്തെ വാഹനമാക്കിയ രൂപത്തിലുമാണ് നമ്മൾ ചിത്രങ്ങളിൽ കാണാറുള്ളത്. ദുർഗാദേവിയെ അമ്മ എന്ന് വിളിക്കുകയും അതേസമയം ദേവി യുദ്ധം ചെയ്യുന്നതായും കാണിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പ്രാവർത്തികമാക്കാനായി അതിപ്രധാനമായ 2 വസ്തുതകൾ കൂടി ആവശ്യമുണ്ട്. അതാണ് സ്നേഹവും നിയമവും. നമ്മൾ അവനവനോട് വളരെയധികം കണിശമായി ഇത് അവസാനിപ്പിക്കണം, ഈ സ്വഭാവം അവസാനിപ്പിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആത്മാവിന് അത് ചെയ്യാൻ കഴിയില്ല. ആത്മാവിനെ ശാന്തവും സരളവുമാക്കാനായി വളരെയധികം സ്നേഹത്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്. നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ കഴിയില്ല. വളരെ സ്നേഹത്തോടെ പരിപാലിക്കണം, ഒപ്പം അച്ചടക്കവും നിലനിർത്തണം. അതിനാൽ ഏറ്റവും ആദ്യം അവനവനെ സ്നേഹിക്കാൻ തുടങ്ങണം. ശക്തി വേണം, ഒപ്പം അമ്മയുടെ സ്നേഹപരിപാലന എന്നിവയും നൽകുകയും വേണം. അങ്ങനെയാവുമ്പോൾ ഒരമ്മയ്ക്ക് സ്വന്തം കുട്ടികളെ കൊണ്ട് ഏത് കാര്യം ചെയ്യിപ്പിക്കാനും സാധിക്കും. ഒരമ്മ കുട്ടികളെ വളർത്തുന്നത് സ്നേഹം നൽകിക്കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവനവനോട് സ്നേഹം വേണമെന്ന് പറയുന്നത്. ഇക്കാരണത്താൽ തന്നെയാണ് ദുർഗാമാതാവിനെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി ആരാധിക്കുന്നത്. എല്ലാ ശക്തിയും എല്ലാ അസ്ത്രശസ്ത്രങ്ങളും ഉപയോഗിച്ച് വികാരങ്ങളുടെയും വിജയം പ്രാപ്തമാക്കുന്നതിലാണ് ദുർഗാദേവിയെ സിംഹത്തിനു മുകളിൽ സവാരി ചെയ്യുന്നതായി കാണിക്കുന്നത്. സിംഹത്തിനു മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്നാൽ അത്യന്തം ക്ലേശകരമായ ഒരു കാര്യത്തിൽ വിജയിക്കുക എന്നാണ് അർത്ഥം. അതിനാൽ നമ്മൾ എല്ലാവരും ഞാൻ ശക്തിയാണ് എന്ന അഫർമേഷനെ ഉള്ളിൽ ഉണർത്തുക. അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇതൊരു ഹോംവർക്കായി എടുക്കാം. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങൾ, ചെറുപ്പകാലം മുതൽ നമ്മൾ പിടിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെ കുറച്ചു നേരം ശാന്തമായി ഇരുന്ന് പുനരാലോചിക്കുക. ആ സാഹചര്യത്തിൽ നിന്നും സംഭവത്തിൽ നിന്നും സ്വയം വേറിട്ട് നിന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ മറുഭാഗത്തുള്ള വ്യക്തിയെ നോക്കിക്കാണുക. വേറിട്ട് നിന്ന് ഒരു സാക്ഷിയായി കാണാത്തതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെ വിട്ടുകളയാൻ കഴിയാത്തത്. ഈ 8 ശക്തികളും ഒത്തൊരുമിച്ച് ഒരു ഓർഡറിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു സാക്ഷിയായി കാണാത്തിടത്തോളം കാലം നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും മാറി നിന്ന് ഡിറ്റാച്ച്ഡായി നിന്നുകൊണ്ട് മറുഭാഗത്തെയുള്ള ആളെ നോക്കിക്കാണണം. ആ സമയത്ത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവർ ചിലപ്പോൾ വല്ലാത്ത ഇൻസെക്യൂരിറ്റി അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്നോട് അസൂയ തോന്നിക്കാണും. അവരെ സഹാനുഭൂതിയോടെ നോക്കിക്കാണുക. അവനെ കൗൺസിലിംഗ് ചെയ്യുക. അങ്ങനെ അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് കുറച്ച് കർമ്മ കണക്കുകളെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയും. ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്നും പരിപൂർണമായും ഇല്ലാതായി. ഐ ലെറ്റ് ഇറ്റ് ഗോ. നമ്മുടെ അവസാന സമയം ഏത് നിമിഷം വന്നാലും വളരെ ലൈറ്റായി പോകാൻ കഴിയുന്നതുപോലെ ജീവിതം ജീവിക്കാൻ തുടങ്ങുക. വിച്ച് മീൻസ് ഓൾ കാർമിക് അക്കൗണ്ട്സ് ആർ സെറ്റിൽഡ്. ഇതിനെയാണ് ആർട്ട് ഓഫ് ഡൈയിങ് എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ രീതിയിൽ മരിക്കാനുള്ള കലയെ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതം സ്വാഭാവികമായി നയിക്കാൻ സാധിക്കും. എന്തെന്നാൽ ഏത് നിമിഷവും
അന്തിമ നിമിഷമായി മാറാം എന്ന ശ്രദ്ധയോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ അന്തിമ നിമിഷങ്ങളിൽ ക്ഷമ ചോദിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യമേ വരികയില്ല. അതിനാൽ ഓരോ നിമിഷവും ക്ഷമിക്കുക, മറക്കുക. പതുക്കെ പതുക്കെ ക്ഷമിക്കുക എന്ന പ്രക്രിയ നമുക്ക് വളരെയധികം സ്വാഭാവികമായി അനുഭവപ്പെടാൻ തുടങ്ങും. അടുത്ത 24 മണിക്കൂർ സമയം അവനവനെ നിരീക്ഷിക്കുക, സ്വയം പരിവർത്തനപ്പെടുക. ചേഞ്ചിങ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും കുറ്റബോധങ്ങളെയും പ്രതീക്ഷകളെയും മാനസികമായി സൃഷ്ടിച്ച ചിത്രങ്ങളെയും പരിപൂർണമായും വിട്ടുകളയുക. ഈ 4 കാര്യങ്ങളെയും വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ ശക്തിയാണ് എന്ന എഫർമേഷനിൽ നിലനിൽക്കുക. ഞാനാണ് ആ ദുർഗാമാതാവ്. എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം എൻ്റെ പക്കലുണ്ട്. ഈ അസ്ത്രശസ്ത്രങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഇവയെല്ലാം സമാപ്തമാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് വളരെ ലൈറ്റായി, ഭാരരഹിതരായി ഇരിക്കാൻ കഴിയും. ശരീരം വിടുമ്പോഴും ഭാരരഹിതർ, ജീവിക്കുമ്പോഴും ഭാരരഹിതം.